ഹലോ, ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടൊന്നും ഒരു ഉഷാറില്ല, ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സാധനം ഞാൻ കണ്ടത്. ഞങ്ങൾ ഇന്നലെയല്ല, ഞായറാഴ്ച ഞങ്ങൾ ടി നഗറിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ വീട്ടിൽ മമ്മി കുറച്ച് ദിവസമായി പറയുന്നുണ്ട്, വലിയ ചീനച്ചട്ടി വാങ്ങിച്ചുകൊണ്ട് വരണം നിങ്ങൾ, അവിടെ ആകുമ്പോൾ വിലക്കുറവിലൊക്കെ കിട്ടുമല്ലോ എന്ന്. അങ്ങനെ മമ്മിക്കൊരു വലിയ ചീനച്ചട്ടിയും എനിക്കൊരു ചെറിയ ചീനച്ചട്ടി. ആ വലിയ ചീനച്ചട്ടിക്ക് പറ്റിയ അടപ്പ് കിട്ടിയില്ല. ആ സൈസ് ഒഴിച്ച് ബാക്കി അതിൻ്റെ ചെറുതും വലുതും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ചീനച്ചട്ടി മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇന്നത്തെ ഡിന്നർ ഞാൻ പ്ലാൻ ചെയ്തിരിക്കണ വേറെ ഒന്നുമല്ല, ഇടിയപ്പവും ചിക്കൻ കറിയും. പിന്നെ പുള്ളിക്കാരൻ ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് അടുക്കളയിൽ കയറി. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ പുള്ളിക്കാരൻ്റെ ഹാൻഡിങ് ഓവറും കൊടുത്ത്, ഇതൊക്കെ ചെയ്യണം, അത് ചെയ്യണം, ഇതിവിടെ ഇരിപ്പുണ്ട്, അതിവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി 1 മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചിക്കൻ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്, ഒന്ന് ഇടയ്ക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ കയറി ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഇത് കറക്കാൻ കുറച്ച് പാടാണ്, പക്ഷേ ഇപ്രാവശ്യത്തെ മാവ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായി വന്നു. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ബലം പിടിക്കേണ്ടി വന്നില്ല ഇടിയപ്പം കറക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കറക്കി അത് തട്ടിനകത്ത് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറയുന്ന പോലെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് ഇളക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഇട്ടിട്ടില്ല, മുളക് പൊടി ഇല്ലായിരുന്നു. ചിക്കൻ കറി വയ്ക്കാൻ നേരത്താണ് അറിഞ്ഞത് മുളക് പൊടി ഇല്ല എന്നുള്ള കാര്യം. പിന്നെ പുള്ളിക്കാരൻ തന്നെ അടച്ച് ദമ്മൊക്കെ വെച്ചിട്ട് പോയതാണ്. മുളക് പൊടി ഇല്ലെന്ന് കണ്ടാൽ പറയില്ലല്ലേ. അങ്ങനെ ഞാനൊന്ന് ഫ്രഷായി വന്നു. ടേസ്റ്റ് അബ്ബാ.